Next is a Nobel Prize acceptance speech by Wangari Maathai. Wangari Maathai എന്ന് പറയുന്നത് ഫസ്റ്റ് ആഫ്രിക്കൻ വുമൺ ടു റിസീവ് നോബൽ പ്രൈസ് ഇൻ 2004. ഓക്കെ, 2004 നോബൽ പ്രൈസ് കിട്ടിയ ഒരു ആഫ്രിക്കൻ വനിതയാണ്, ആദ്യത്തെ വനിതയാണ്. ഓക്കെ, വാങ്കാരി മാത്തായി എന്ന് പറയുന്നത്. ഷീസ് എ ഫൗണ്ടർ ഓഫ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. അവരെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കൊരു എക്കോളജിക്കൽ സാധനമാണ് ഓർമ്മ വരേണ്ടത്, അല്ലെങ്കിൽ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് അവർ രാജ്യത്തിലുടനീളം കൊണ്ടുവന്നു, ആഫ്രിക്കയിലുടനീളം കൊണ്ടുവന്നു എന്നുള്ളതാണ് അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത്. സോ അതിൻ്റെ ഒരു പേരുണ്ട് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു ചില മൂവ്മെന്റ്. ഓക്കെ, ഇവിടെ എന്താണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്? എൻവയോൺമെന്റൽ NGO. NGO എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ എന്നുള്ളതിന്റെ അബ്രീവിയേഷൻ ആണ്. ഓക്കെ, അപ്പൊ അവര് നേതൃത്വം കൊടുത്ത ഒരു മൂവ്മെന്റ് ആയിരുന്നു, ഒരു മുന്നേറ്റമായിരുന്നു ശരിക്കും ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. അതായത് ഡീഫോറസ്റ്റേഷൻ തടയുക, ഓക്കെ, അതുപോലെ തന്നെ അഫോറസ്റ്റേഷൻ വനവൽക്കരണം കൂട്ടുക, ട്രീസ് പ്ലാന്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അവർ കൊടുത്ത ഒരു മൂവ്മെന്റ് ആയിരുന്നു ശരിക്ക് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ വാങ്കാരി മത്തായി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്, നോബൽ പ്രൈസ്, ഇതൊക്കെ ഓർമ്മ വരുന്നു. ട്രീ കട്ടിങ് അതിനെ തടഞ്ഞു, ട്രീ പ്ലാന്റിങ്ങിനെ പ്രൊമോട്ട് ചെയ്തു, കൺസർവേഷൻ ആൻഡ് വുമൻസ് റൈറ്റ്സ്. ഓക്കെ, അതോടൊപ്പം തന്നെ പരിസ്ഥിതി സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ പല മേഖലകളിലും അവർ പ്രവർത്തിച്ചു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള റൈറ്റ്സിന് വേണ്ടി, ഓക്കെ, അതായത് വുമൻസ് റൈറ്റ്സിന് വേണ്ടി അവർ ഒരുപാട് പോരാടി എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, തേർഡ് പോയിന്റ്, ഷീ സ്റ്റേൺലി ഫോട്ട് അഗെയിൻസ്റ്റ് ലാൻഡ് ഗ്രാബിംഗ്. അതായത് അന്യായമായിട്ട് ഭൂമി പിടിച്ചെടുക്കുന്നതിനെതിരെ, ഓക്കെ, അന്യായമായിട്ട് ഭൂമി കയ്യേറുന്നതിനെതിരെ അവർ പോരാടി എന്നുള്ളത്. ഓക്കെ, ആൻഡ് കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫുഡ് ക്രോപ്സ് ഒക്കെ മാറ്റിക്കൊണ്ട് ഇവിടെ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് ലൈക്ക് റബ്ബർ, ഓക്കെ, കോഫി, ഇങ്ങനെയുള്ള പ്ലാന്റേഷൻസ്, വെറും മണി എയിം ചെയ്തുകൊണ്ടുള്ള പ്ലാന്റേഷൻസ്, ഇതൊക്കെ അവർ എതിർത്തു. റീപ്ലേസിങ് ഹൗസ് ഹോൾഡ് ക്രോപ്സ്, അതായത് ഫുഡ് ക്രോപ്സിനൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, വിച്ച് റെഡ്യൂസസ് ദ വാട്ടർ കൺസേർവിങ് കപ്പാസിറ്റി ഓഫ് സോയിൽ. അപ്പം ഇത് എന്ത് ചെയ്യുന്നുണ്ട്? വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള സോയിലിന്റെ കപ്പാസിറ്റിയെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ഐ ഓപ്പൺ ചെയ്തു, അല്ലെങ്കിൽ കണ്ണ് തുറപ്പിച്ചു അധികാരികളുടെ എന്നുള്ളത്. സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ ഒരു അവയർനെസ് നൽകി അവർ. പിന്നെ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അവർ ആ ഒരു രാജ്യത്തെ ജനങ്ങൾ, ആഫ്രിക്കയിലെ ജനങ്ങൾ പലരും ഇല്ലിറ്ററേറ്റ് ആയിരുന്ന ആ ഒരു അവസ്ഥാവിശേഷത്തിൽ നിന്നും അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരൊക്കെ ബോധവാന്മാരാക്കി. അപ്പൊ അവർ വിചാരിച്ചത് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ ഒരു അതോറിറ്റി ഉണ്ട് മുകളിൽ, പിന്നെ അവർ പറയുന്നത് നമ്മൾ അതുപോലെ കേൾക്കണം, അതോറിറ്റി പറയുന്നത് എന്നുള്ളതായിരുന്നു അവിടെ പാവപ്പെട്ട ജനങ്ങൾ വിശ്വസിച്ചിരുന്നത്. സോ അത് മാറ്റിക്കൊണ്ട് ഇവർക്കൊരു വോയിസ് കൊടുത്തു. നിങ്ങൾ ശബ്ദിച്ചാലേ, ഓക്കെ, നിങ്ങൾ നല്ല രീതിയിൽ ശബ്ദിച്ചാലേ നമുക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ, നമ്മൾ മാറണം, നമ്മുടെ ചിന്താഗതി മാറണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്തു. ഓക്കെ, അതായത് വുമൻസ് റൈറ്റ്സിനും അതുപോലെ തന്നെ അതായത് അവിടെ ഫീമെയിൽ ജെനിറ്റൽ മ്യൂട്ടിലേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഫീമെയിലിന്റെ ജെനിറ്റൽ ഓർഗൻസ്, ഓക്കെ, അത് കട്ട് ചെയ്യുക, ഫീമെയിലിന്റെ പ്യൂരിറ്റി ഉണ്ടാവുമെന്നുള്ള, അല്ലെങ്കിൽ ഒരു പരിശുദ്ധി ഉണ്ടാവുമെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്ത്. സോ അതിനെതിരെയൊക്കെ ഇവർ നല്ല പോരാടി എന്നുള്ളത്. മെനി റൂറൽ വുമൺ ലാക്ക്ഡ് ഫയർവുഡ്, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, അതായത് വിറകുകൾ, അതായത് അടുപ്പ് കൂട്ടാൻ വേണ്ടി ഉള്ള വിറകുകൾ, ഇതൊക്കെ അവർക്ക് എന്തായിരുന്നു, അവർക്ക് ഇല്ലായിരുന്നു. ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ, അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടർ നേരാവണ്ണം കുടിക്കാനില്ലായിരുന്നു. ബാലൻസ്ഡ് ഡയറ്റ്സ്, ഭക്ഷണങ്ങൾ, ഷെൽട്ടർ ആൻഡ് ഇൻകം, ഓക്കെ, ഒരേ ഭക്ഷണങ്ങൾ തന്നെയായിരുന്നു പലപ്പോഴും അവർ, ഇലകളും കായ്ക്കനികളും മാത്രമായിരുന്നു അവർ ഭക്ഷിച്ചിരുന്നത്, ബാലൻസ്ഡ് ഡയറ്റ്സ്. അപ്പോൾ അതോടൊപ്പം തന്നെ മീറ്റുകൾ, ഒക്കെ, മാംസങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്തു അവർ ഉൾപ്പെടുത്തി. അതുപോലെ തന്നെ ഷെൽട്ടർ ആൻഡ് ഇൻകം, ഓക്കെ, അവർക്ക് കൂടുതൽ ഷെൽട്ടർ, എന്താണ്, താമസ സൗകര്യം, അതുപോലെ ഇൻകം, ഇതൊക്കെ കൊണ്ടുവന്നു എന്നുള്ളത്. സോ അവർ എന്ത് ചെയ്തു, മെയിനായിട്ട് അവയർനെസ് കൊടുത്തു. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഭൂമിയാണ്, നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസോട് കൂടി നോക്കണം എന്നുള്ള ഒരു അവബോധം ആളുകൾക്ക് കൊടുക്കുകയാണ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ സെക്കൻഡ് സ്ലൈഡ്. ദേ ഗോട്ട് എ പവർ ത്രൂ ദിസ്. അവർക്ക് എന്ത് ചെയ്തു, ഇതിലൂടെ ഒരു എൻകറേജ്മെന്റ് വന്നു. ഏർലിയർ ദേ ബിലീവ്ഡ് സൊല്യൂഷൻസ് ടു പ്രോബ്ലം മസ്റ്റ് കം ഫ്രം ഔട്ട്സൈഡ്. അപ്പൊ അവർ വിശ്വസിച്ചിരുന്നത് എന്താണ്, ഇതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ പുറത്തുള്ള ഏതോ അധികാരികൾ പറയണം എന്നുള്ളത്. അതിൽ നിന്ന് മാറി ദ മൂവ്മെന്റ് ഓൾസോ എയിംഡ് അറ്റ് ഡെമോക്രസി ആൻഡ് പീസ്, വുമൻസ് റൈറ്റ്സ്, എക്കോളജിക്കൽ ബാലൻസ്, ഇതിന് പുറമെ എന്ത് ചെയ്തു, അവർ ഡെമോക്രസിക്കും പീസിനും ഇമ്പോർട്ടൻസ് കൊടുത്തു. ഓക്കെ, ആളുകൾക്ക് തുല്യത, തുല്യ അവകാശങ്ങൾ, ഓക്കെ, റൈറ്റ്സ്, ഇതിനൊക്കെ കൊടുത്തു. ട്രീ ബിക്കെയിം സിമ്പിൾ ഫോർ ഡെമോക്രസി ഇൻ കെനിയ. അപ്പൊ ട്രീ എന്നുള്ളത് ഇവിടെ ഡെമോക്രസിയുടെയും വുമൻസ് റൈറ്റിന്റെ ഒക്കെ സിമ്പിളായിട്ട് മാറി.
ഓക്കെ ദേ അണ്ടർസ്റ്റാ അതായത് ഇവർ തുടങ്ങി വെച്ചത് എന്തിലൂടെയാണ്? പരിസ്ഥിതി സംരക്ഷിക്കുന്നതാണ്. പിന്നീട് ഇത് ആളുകളിലേക്ക് എത്തിയപ്പം ആ ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ വോയിസ് കൊടുത്തുകൊണ്ട് അവർക്ക് കൂടുതൽ റൈറ്റ്സ് കൊടുത്തുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർക്ക് പവർ ഉണ്ട് എന്ന് കാണിച്ചുകൊണ്ട് അവരെ വുമൻസ് റൈറ്റ്സിനും അതുപോലെ തന്നെ ഡെമോക്രസിക്കും വേണ്ടി പോരാടാൻ അവരെന്ത് ചെയ്തു? മോട്ടിവേറ്റ് ചെയ്തു വാങ്കാരി മത്തായി. They understood that responsible governance of environment was impossible without democratic practice. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നല്ലൊരു ഗവൺമെന്റ് ഉണ്ടെങ്കിലേ നമ്മുടെ ആളുകളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു റെസ്പോൺസിബിൾ ഗവൺമെന്റ് നമുക്ക് വേണമെങ്കിൽ അത് എക്കോളജിയെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് ആവണം, ഡെമോക്രാറ്റിക് പ്രാക്ടീസ് നടത്തുന്ന ഗവൺമെന്റ് ആവണം എന്ന് അവർ ശക്തമായിട്ട് വാദിക്കുകയും ദ പീപ്പിൾ വെർ ഗിവൺ എഡ്യൂക്കേഷൻ ഓൺ ഈക്വാലിറ്റി, അങ്ങനെ ആളുകൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം, തുല്യതയെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം, അതുപോലെ സമത്വത്തിനെ കുറിച്ചുള്ള വിദ്യാഭ്യാസം, അതുപോലെ കറപ്ഷനെ കുറിച്ച്, ഓക്കെ, പൊളിറ്റിക്കൽ ലീഡേഴ്സ് നടത്തുന്ന കറപ്ഷൻ, ഓക്കെ, റിലീജിയസ് ലീഡേഴ്സ് നടത്തുന്ന കറപ്ഷൻ, അവർ അതിനെതിരെയൊക്കെ ശബ്ദിക്കാൻ വേണ്ടി അവർ അഴിമതി, ഓക്കെ, എന്ത് ചെയ്തു? ഫ്രണ്ടിൽ നിന്നോ അഡ്രസ്ഡ് ഇഷ്യൂ ഓഫ് മാൾന്യൂട്രീഷൻ, അതായത് പോഷകാഹാരങ്ങളുടെ കുറവ്, ഇതൊക്കെ പരിഹരിച്ചു എന്നുള്ളത്. സോ നെക്സ്റ്റ് ലാസ്റ്റ് സ്ലൈഡ്. ഇൻ 2002 ഡ്യൂ ടു റെസിലിയൻസ് ഓഫ് ദ മൂവ്മെന്റ്, ഈ മൂവ്മെന്റിന്റെ ഒരു പരിണിത ഫലം, അവരുടെ ഒരു കറേജ്, ഓക്കെ, ആ ഒരു കറേജ് ഫലം കണ്ടു. കെനിയൻ പബ്ലിക് കൾമിനേറ്റഡ് ഇൻ എ ഡെമോക്രാറ്റിക് ഗവൺമെന്റ്. കെനിയൻ ഗവൺമെന്റ് എന്തായി? ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആയിട്ട് മാറി 2002. ഷി അപ്രീസിയേറ്റ്സ് ആങ് സൻ സൂക്കി ഫോർ ഹർ കോൺട്രിബ്യൂഷൻ ടു ബർമ. അപ്പോൾ ബർമക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ കൊടുത്ത ആങ് സൻ സൂക്കി അവർ ഓർത്തുപോയി, അവർക്ക് നന്ദി പറയുകയാണ്. ഒരു മോട്ടിവേഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു. കൾച്ചർ ഷുഡ് ബി ഡൈനാമിക്. ഇപ്പോൾ അവർ പറയുന്നത് കൾച്ചർ എപ്പോഴും ഡൈനാമിക് ആവണം, സ്റ്റാറ്റിക് ആവരുത്. എന്താണ്? എപ്പോഴും ഒരു എവല്യൂഷൻ വേണം, ഒരു ഡൈനാമിക് ആവണം എന്നുള്ളത്. ഫുഡിലാണെങ്കിലും അതുപോലെ തന്നെ കൾച്ചറിലാണെങ്കിലും എന്തിലും എന്ത് ചെയ്യണം? ഒരു ഡൈനാമിസിറ്റി, ഒരു പുതിയ വൈവിധ്യങ്ങൾ കൊണ്ടുവരണം, എന്നും ഒരേ രീതിയിൽ നിൽക്കരുത് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ ട്രഡീഷണാലിറ്റി വിട്ടുപോകരുതും എന്നുള്ളത് പറയുന്നത്. ഇറ്റ് ബ്രോട്ട് മെനി ചേഞ്ചസ് ലൈക്ക് ഡിസ്കാർഡിങ് റിട്രോഗ്രസീവ് ട്രഡീഷൻസ് ലൈക്ക് ഫീമെയിൽ ജെനിറ്റൽ മുട്ടിലേഷൻസ്. അതായത് അവരുടെ ഒരു പ്രാചീന രീതി എന്ന് പറയുന്നത് സ്ത്രീകളുടെ ജനൈറ്റൽ ഓർഗൻ കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിരുന്നു, സ്ത്രീകൾക്ക് പ്യൂരിറ്റി ഉണ്ടാവുമെന്നുള്ള രീതിയിൽ. സോ അതിനെതിരൊക്കെ അവർ പോരാടി. ഷീ പ്ലാന്റഡ് പ്ലാന്റ്സ് ഇൻ നൈറോബീസ് ഉഹുരു പാർക്ക് ആൻഡ് ഫ്രീഡം കോർണർ. ഓക്കെ, കെനിയയിലെ ഈ സ്ഥലങ്ങളിലൊക്കെ, പാർക്കുകളിലും ഫ്രീഡം കോർണറിലൊക്കെ അവർ ഒരുപാട് തൈകൾ നടാൻ നേതൃത്വം കൊടുത്തു. ദെൻ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മീൻസ് മീറ്റിംഗ് ഹ്യൂമൻ നീഡ്സ്. അതായത് പരിസ്ഥിതി ഫ്രണ്ട്ലി ആയിട്ടുള്ള, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ തുല്യമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് മീറ്റിംഗ് ഹ്യൂമൻ നീഡ്സ്. അതായത് ആളുകൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാവും, പക്ഷെ അതെന്ത് ചെയ്യരുത്? വിത്തൗട്ട് ഡിസ്ട്രോയിങ് നേച്ചർ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടാവരുത്. എൻഷുവറിങ് എൻവയോൺമെന്റ്, ഇക്കോണമി ആൻഡ് സൊസൈറ്റി ഗ്രോ ടുഗദർ ഇൻ പീസ്. അതായത് എല്ലാ ക്രീച്ചേഴ്സും, എൻവയോൺമെന്റിലെ എല്ലാ ക്രീച്ചേഴ്സും അതിനെന്ത് ചെയ്യണം? തുല്യമായിട്ടുള്ള ഒരു ഇത് വേണം, അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള സ്ഥാനം നമ്മൾ കൊടുക്കണം. എൻവയോൺമെന്റ് ആണെങ്കിലും നല്ല പീസോട് കൂടി, ഓക്കെ, നല്ല സമാധാനത്തോടു കൂടി എല്ലാവർക്കും മുന്നേറണം. യങ് പീപ്പിൾ ഹാസ് ക്രൂഷ്യൽ റോൾ. അതോടൊപ്പം തന്നെ ഇതിന് യുവജനങ്ങളുടെ പങ്ക് അതിമഹത്തരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിർത്താണ്. ഓക്കെ.